നമസ്കാരം. കാണാത്തതും കേൾക്കാത്തതും. തെരഞ്ഞെടുപ്പിന്റെ ആരവം അടങ്ങുന്ന നേരത്ത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചിലർക്കുണ്ടായ ചിത്തഭ്രമം ഭയാനകം തന്നെ. അവരുടെ രോഗമിളക്കിയത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിച്ച 3.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ജയം. രാജ്യത്തിന് പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ അസഹിഷ്ണുത മൂത്ത ചിലർ സ്വയം അറിയാതെ അവരുടെ തനി നിറം പുറത്തു കൊണ്ടുവന്നു. ദൈവമായ പരിശുദ്ധ ത്രിത്വത്തോടും യേശു ക്രിസ്തുവിനോടുമുള്ള അവരുടെ അനാദരവും അവജ്ഞയും ക്രൈസ്തവരെ കീഴടക്കാനുള്ള മോഹവും ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. BJPയോടും സുരേഷ് ഗോപിയോടുമുള്ള അസഹിഷ്ണുതയുടെ പേരിൽ അതിനിപ്പോൾ ചിത്രരൂപം കൂടി ലഭിച്ചെന്ന് മാത്രം. സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയുമ്പോൾ മറുവശത്ത് ഇത്തരക്കാർക്ക് വേണ്ടി കളം മറന്ന് പ്രീണനം നടത്തിയ കെ മുരളീധരന്റെ തോൽവി എന്നുകൂടി പറയാം. രാഷ്ട്രീയ പരിചയമുള്ളത് കൊണ്ട് പുറമെയെങ്കിലും മുരളീധരൻ വോട്ടർമാരെ ചീത്ത പറഞ്ഞില്ല, സ്വന്തം പാർട്ടിയെ പഴിച്ചതേയുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് മണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവൻ ചീത്ത വിളിക്കുന്ന വിധം മനോനില ഇളകിയ കഥാപാത്രങ്ങളെ പോലെ പെരുമാറിയത് തീവ്രവാദം ഉള്ളിലൊളിപ്പിച്ച ചിലർ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത സർവരോടും അവർക്ക് വിദ്വേഷം. എല്ലാവരെയും ചീത്ത പറഞ്ഞിട്ടും മതി വരുന്നില്ല. അതിൽ തന്നെ ക്രൈസ്തവരോടുള്ള വിദ്വേഷമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത്. യേശുക്രിസ്തുവിന്റെ ചിത്രത്തിലെ മുഖരൂപം മോർഫ് ചെയ്ത് സുരേഷ് ഗോപിയുടേതാക്കി പരിശുദ്ധ ത്രിത്വത്തെ അധിക്ഷേപിക്കുകയും വിശ്വാസികളെ പരിഹസിക്കുകയും ചെയ്യുന്ന കുറിപ്പും ചേർത്തുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവതരണം. കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുദ്ധമാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന് മേൽക്കുറിപ്പും ബ്രാക്കറ്റിൽ മ്ലേച്ഛമായ ദുസ്സൂചനയോടെ ഉദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയ്ക്ക് വിശ്വാസികൾ ഇനി ഈ ചിത്രം ഉപയോഗിക്കുക എന്ന് അടിക്കുറിപ്പും സഹിതം ഒരു രോഗബാധിതന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പോസ്റ്റ് ഒരുപാട് പേരുടെ മനോഗതമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് വല്ലാത്ത രോഗം തന്നെ. ഈ വല്ലാത്ത രോഗത്തെ ഇല്ലാത്ത ഏത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അസൂയ പീഡിത മതവിദ്വേഷ വിഷലിപ്ത മനോഭ്രമ മാനിയ എന്നോ? ഇങ്ങനെയൊന്നും മൂർച്ഛിച്ച തീവ്രവാദികൾക്ക് മോദിയുടെ ചികിത്സയല്ലാതെ മറ്റെന്താണ് ഉതകുക? സാധ്യമാകുന്ന വേളകളിൽ ക്രൈസ്തവ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന തീവ്ര ഇസ്ലാമിക മതാധിപത്യവാദത്തിന്റെ ഈ തുള്ളൽ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ഇടത് വലത് മുന്നണികളോട് പറയാനുള്ളത് ഇതാണ്: സുരേഷ് ഗോപിയുടെ വിജയം നിങ്ങൾക്കുള്ള പാഠവും മുന്നറിയിപ്പും തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് ഇടതുമുന്നണി ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് അവർക്കും തിരുത്തലിനുള്ള പാഠമെന്ന് പറയുന്നത്. തിളങ്ങുന്ന വിജയം കിട്ടിയെന്ന് കരുതുന്ന UDFന് LDFനെ തറ പറ്റിച്ചു എന്നതിൽ അർമാദമോ അതിമോദമോ നന്നല്ല. ഇടതുപക്ഷത്തോട് നല്ലൊരു വിഭാഗം ജനങ്ങൾക്കുണ്ടായിരുന്ന പരാതി അവരെക്കുറിച്ചുമുണ്ട്: അന്യായമായ മതപ്രീണനം, ക്രൈസ്തവരെ തീർത്തും മറന്നുള്ള മതപ്രീണനം, മുമ്പേ പറഞ്ഞ ഫേസ്ബുക്കിന് പിന്നിലെ മനോഗതക്കാരോടുള്ള പ്രീണനം. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം BJP വിജയം അല്ലെന്നും സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായ വോട്ടുകളുടെ ഫലമാണെന്നും വ്യാഖ്യാനിച്ചോളൂ. അദ്ദേഹം തന്നെയും അങ്ങനെ പറഞ്ഞല്ലോ. എന്ത് വിധത്തിലായാലും താമര ചിഹ്നത്തിൽ ഒരിക്കലും വോട്ട് കുത്തില്ലെന്ന് UDF കരുതിയ ക്രൈസ്തവരിൽ നിരവധി പേരുടെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നതാണ് വസ്തുത. അക്കാര്യത്തിൽ അദ്ദേഹത്തിനോ BJP നേതാക്കൾക്കോ വക്താക്കൾക്കോ സംശയമില്ല. ലൂർദ് പള്ളിയിൽ ദൈവമാതാവിന് സമർപ്പിച്ച കിരീടത്തെ ചൊല്ലി ചിലരുണ്ടാക്കിയ വിവാദത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിൽ അവർ ശകുനപ്പിഴയും ശാപവും ആരോപിച്ചതും കുടുംബത്തിന്റെ നേർച്ച നിറവേറ്റുന്നതിനെ നാടകമെന്ന് പരിഹസിച്ചതും മാത്രമല്ല, കിരീടത്തിലെ സ്വർണം അളപ്പിക്കാൻ കൽപ്പിച്ച ഏതോ രാഷ്ട്രീയ രാജാവിനു വേണ്ടി ആർക്കിമിഡീസിനെ തെരഞ്ഞതുമെല്ലാം മറികടന്നാണ് ക്രൈസ്തവരുടെയും വോട്ടുകൾ സുരേഷ് ഗോപി നേടിയത്. ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല.
ഭരണം സംബന്ധിച്ച വിവാദങ്ങളുടെയും പരാതികളുടെയും ഫലമാണല്ലോ UDFന്റെ വിജയം. ഇടതുപക്ഷത്തുള്ളവർ തന്നെ പക്ഷം മാറി വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായതിന് എന്താണ് വിശദീകരണം? മറയില്ലാത്ത മതപ്രീണന കുറ്റത്തിനും ശിക്ഷ കൊടുക്കാൻ പ്രാപ്തരായവർ കഴിയും പോലെ അതും ചെയ്തു. ഇത്തരത്തിൽ ചോദിച്ചു വാങ്ങിയ തിരിച്ചടിയുടെ ഉദാഹരണമാണല്ലോ ക്രൈസ്തവ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ തന്നെ മതപ്രീണനം നടത്തിയിട്ടും രക്ഷ കിട്ടാതെ പോയ തോമസ് ഐസക്കിന്റെയും മറ്റും അനുഭവം. മുരളീധരന് സംഭവിച്ചതും മറ്റൊന്നല്ല. TN പ്രതാപൻ നട്ട ഏകമത പ്രീണന കൃഷിയുടെ വിളവെടുക്കാൻ തൃശൂരിലെത്തിയ മുരളീധരൻ അതേ വിളയ്ക്ക് തന്നെ വളമെറിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടി. തോൽവിയല്ല, തിരിച്ചടി. ജനശിക്ഷയായ കനത്ത തോൽവി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പാഠം കേരളത്തിലേക്ക് മാത്രമുള്ളതല്ല. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വൻ വിജയം ലഭിച്ചില്ല? ഒപ്പം മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പ്രഭ മങ്ങിയിട്ടും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല? കടിഞ്ഞാണില്ലാതെ ഏറെ പായാൻ ഒരു രാഷ്ട്രീയ കുതിരയെയും ഇന്ത്യൻ ജനത അനുവദിക്കില്ല എന്നത് പൊതുപാഠമാണ്. അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധി ആയാലും കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി ആയാലും തിരുത്താൻ തയ്യാറല്ലെന്ന് പറയുന്ന പിണറായി വിജയനായാലും അതാണ് പാഠം. ദേശീയ തലത്തിൽ ഇന്ത്യയിൽ നടന്നത് 33 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിക്കുള്ളിലെ 543 മണ്ഡലങ്ങളിലായി 64.2 കോടി പേർ നേരിട്ടെത്തി വോട്ട് ചെയ്ത ലോകത്തെ തന്നെ റെക്കോർഡ് സംഭവമാണ്. അതിന്റെ ഫലത്തെ അതിലളിതമായി ഒറ്റയടിക്ക് വ്യാഖ്യാനിച്ചാൽ ശരിയായി കൊള്ളണമെന്നില്ല. എങ്കിലും പറയാം, 2 തവണ രാജ്യം കണ്ട മോദി പ്രഭാവവും BJP പ്രഭാവവും ഇപ്പോഴില്ല. സാങ്കേതികമായി ഇനി മോദിയുടേത് കടിഞ്ഞാനുള്ള ഭരണമാണ്, കൂട്ടുകക്ഷികളുടെ ഔദാര്യം ആവശ്യമുള്ള ഭരണം. എങ്കിലും അപ്പോഴും അർത്ഥം മോദി ഭരണം ആകാമെന്ന് തന്നെയാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു ചോദ്യമുണ്ട്. 10 വർഷത്തെ മോദി ഭരണം രാജ്യത്തിന് ആവശ്യമായിരുന്നു. ഭാവിയിലെയും മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കാനിടയാകുന്ന പൗരൻ തീർച്ചയായും പറയും ആവശ്യമായിരുന്നുവെന്ന്. ഒറ്റ കാരണത്താൽ 2047 ഇന്ത്യയിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ ചിലർ തുടങ്ങിവെച്ച നീക്കങ്ങളെ മോദിയുടെ ഭരണം തകർത്തു എന്നതിനാൽ. അത്രയ്ക്ക് സമർത്ഥവും ഗുരുതരവുമായിരുന്നോ ആ നീക്കവും ആ ഭീഷണിയും എന്ന സംശയം പലർക്കും ഉണ്ടാകാം. ഖുറസൻ കരിങ്കോടി സേനയുടെ പ്രയാണം പ്രതീക്ഷിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അമുസ്ലിം പ്രദേശങ്ങളോട് പൊരുതി നിശ്ചിത കാലത്തിനുള്ളിൽ ഇസ്ലാമിക സാമ്രാജ്യമാക്കാനുള്ള ഒരുക്കത്തെക്കുറിച്ചും ഒരുങ്ങിയവരെക്കുറിച്ചും അറിയുന്നവർക്ക് ആ സംശയമില്ല. അതറിഞ്ഞവർ തന്നെയാണ് മോദിയുടെ ഭരണകാലം ഇന്ത്യയെ കാത്ത കാലമെന്ന് കരുതി അദ്ദേഹത്തിന് വീണ്ടും വോട്ട് ചെയ്തത്. ഇന്ത്യയെ ആക്രമിക്കാൻ ഖുറാൻ പറയുന്നില്ല എന്ന വാദത്തോട് തർക്കമില്ല. എന്നാൽ ഖുറാൻ ഉണ്ടാകുന്നതിന് മുമ്പെയുള്ള വാമൊഴി എന്ന് അവകാശപ്പെട്ട് ജിഹാദികളെ റിക്രൂട്ട് ചെയ്യാൻ ഖുറസൻ ഹദീസ് എന്നൊന്ന് 8-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കപ്പെടുന്നു. അത് ഇസ്ലാം വിമർശകരുടെ കണ്ടുപിടുത്തമല്ല. ജിഹാദിന് ഇസ്ലാമിക രാഷ്ട്രീയക്കാർ ഇന്നും അത് ഉപയോഗിക്കുന്നു എന്നതാണ് വിഷയം. അത്തരമൊരു കൂട്ടരാണ് ISKP എന്ന താലിബാൻ വിരുദ്ധ IS വിങ് അഥവാ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറസൻ പ്രൊവിൻസ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെട്ട ദക്ഷിണ മധ്യ ഏഷ്യ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ജിഹാദി വിഭാഗം. ഇത്തരം ഉറവിടങ്ങളോട് ബന്ധമുള്ള തീവ്രവാദി വിഭാഗങ്ങളെ മോദി സർക്കാർ അമർച്ച ചെയ്തതിന്റെ ആശ്വാസം ഏറെ അറിഞ്ഞ നാടാണ് കേരളം. നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ ജയവും ഭരണാരോഹണവും തിളക്കമില്ലാത്ത കാഴ്ചകളാകുമ്പോഴും ഈ പറഞ്ഞതിന്റെ പ്രസക്തിയും അത് നൽകുന്ന ആശ്വാസവും നിഷേധിക്കാനാകില്ല. ഭരണത്തിനും മോദിയുടെ നേതൃത്വത്തിനും ശോഭ മങ്ങിയതാണെങ്കിൽ അത് ക്ഷേമ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ നിരാശ നിമിത്തമാകാം. RSSനോട് വിധേയത്വം കുറഞ്ഞതാണ് തോൽവിക്ക് കാരണമെന്ന് പറയുന്ന ചിലരെങ്കിലുമുണ്ട്. അത് സംഘടനാവാദികളുടെ മാത്രം പക്ഷം. അദ്ദേഹം ഒരു മതപൂജാരിയുടെ മട്ട് ധ്വനിപ്പിച്ചതിലൊന്നും സന്തോഷിക്കുന്നവരല്ല ഇന്ത്യൻ ഭൂരിപക്ഷം. മോദിയുടെ ഇടിവിന് മത തീവ്രവാദികളെയും തീവ്രവാദി പാസ്റ്റർമാരെയും ഒക്കെ പഴിക്കുന്ന ചിലരെയും കേൾക്കാനുണ്ടായി. അവരൊക്കെ
മോദി കഴിഞ്ഞ വട്ടങ്ങളിൽ മത്സരിക്കുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. മോദി ഭരണത്തിന്റെ ജനപ്രീതി കുറഞ്ഞെങ്കിൽ അത് ഹൈന്ദവ സമൂഹത്തിൽ തന്നെയാണ് സംഭവിച്ചതെന്ന് ഗ്രഹിക്കാൻ പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ ചിലത് തെളിയിക്കുന്നുണ്ടോ? മോദി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ കൃത്രിമം കാട്ടുന്നു എന്ന ആക്ഷേപവും EVM തട്ടിപ്പെന്ത്രമാണെന്ന ആരോപണവും ശരിയായിരുന്നില്ല എന്ന്? മോദി അമാനുഷികത്വം സ്ഥാപിക്കുകയോ ഏകാധിപതിയായി ജനങ്ങളുടെ ഇച്ഛാ സ്വാതന്ത്ര്യം അപഹരിക്കുകയോ വോട്ടെടുപ്പിൽ കൃത്രിമം കാട്ടുകയോ ചെയ്തിട്ടില്ലെന്ന്? ജനഹിതം വെളിപ്പെടാൻ അവസരമില്ലാത്ത വിധം ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടില്ലെന്ന്? മോദി ഇന്ത്യയുടെ ഏക ശത്രുവായ പാകിസ്ഥാനെ യുദ്ധം ചെയ്യാതെ അതിസമർത്ഥമായി തളർത്തിയതും ചൈനയുടെ സാധ്യതകൾ പലതും ഇന്ത്യയുടേതാക്കാൻ പോകുന്ന കൗശല തന്ത്രങ്ങൾ വിജയകരമായി പ്രയോഗിച്ചതും മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അഭിമിത മിത്രമായി നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദ സമൂഹങ്ങളെ ചെറുത്തതും ലോകം അംഗീകരിക്കുന്ന വസ്തുതകൾ. ഇതിനിടയിൽ മോദി ഭരണം സ്വേച്ഛാവാഴ്ചയ്ക്കോ ജനാധിപത്യ നിഷേധത്തിനോ ഹൈന്ദവ ദേശീയവാദത്തിനോ ഹിന്ദു രാഷ്ട്രീയത്തിനോ ഒക്കെ വഴിയൊരുക്കുന്നു എന്ന് ആശങ്കാജനകമായി പരന്ന സന്ദേഹവും ആരോപണവും ബാധിച്ചത് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും തന്നെയുള്ള പിന്തുണയാണ്. റൊമാൻറ്റിക് രാഷ്ട്രീയം കൊണ്ടോ രാഷ്ട്രീയ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും മതലഹരിയോടെ ഉയർത്തുന്ന തീവ്രമായ ഹിന്ദുത്വ ദേശീയവാദം കൊണ്ടോ ബഹുവർണ ബഹുവംശ ബഹുഗോത്ര ഹൈന്ദവ സമൂഹത്തെ ഏറെക്കാലം കൂടെ നിർത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് ഇതുവരെ ഇന്ത്യയിലെ യാഥാർത്ഥ്യം. മോദി നേരിടുന്നതും അത് തന്നെ. മോദിയെ രാഷ്ട്രീയ നേതാവും BJPയെ രാഷ്ട്രീയ കക്ഷിയും മാത്രമാകാൻ അനുവദിക്കാത്തവർക്ക് ഇന്ത്യയെ കൈക്കലാക്കാൻ സാധിച്ചില്ല എന്നത് ചുരുക്കം. സംശയരഹിതമായി ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയെ ലോകശക്തിയാക്കാൻ തലനിറയെ മറ്റാരും അറിയാത്ത ചിന്തകളുമായി നടന്ന മോദിയുടെ ഇതുവരെയുള്ള ഭരണവേള ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തെ ദ്രോഹിക്കുന്നു എന്ന ഇസ്ലാമികവാദികളുടെ PR കുറിപ്പ് ഏറ്റുപാടാൻ പല വിദേശ നാവുകളും ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാൻ പണി തുടങ്ങിയവരെ അമർച്ച ചെയ്തതുവഴി മോദി രാജ്യത്തിന് നൽകിയ സുരക്ഷിതത്വം ജനങ്ങൾ മറക്കാനിടയില്ല. സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ഇതര സമൂഹങ്ങളെ ബലി കൊടുത്തും മതപ്രീണനം നടത്താനാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് അവരത് അവഗണിക്കുന്നു എന്ന് മാത്രം. കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്തയാഴ്ച.